ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വത്തിന് 29 ആണ്ട്. ഇതിന്റെ ഭാഗമായി കുമ്പളയിൽ സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Yenappoya Speciality Hospital, Kodiyal Mile, Mangalore. കേരളം വീണ്ടും ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി ഭരണം തുടരുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു. കുമ്പളയിൽ ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയ രംഗത്തേക്ക് ഈ തുളുനാട് നൽകിയ മഹത്തായ ഒരു സംഭാവനയാണ് RSSന്റെ രക്തദാഹികൾ 97 ഏപ്രിൽ മാസം 22-ാം തീയതി കൊന്നു തള്ളിയത്. അന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയെല്ലാം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹം പരീക്ഷ എഴുതാൻ വേണ്ടി മംഗലാപുരത്തേക്ക് പോകുമ്പോഴാണ് ബസ്സിൽ വെച്ച് അദ്ദേഹത്തെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള നരഹത്യകളുടെ 100 ഉദാഹരണങ്ങൾ RSSുമായി ചേർത്ത് വെച്ച് നമുക്ക് കാണാനാവും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയ സ്വരാജ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ നിശിതമായി വിമർശിച്ചു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ വികസനത്തെ അത് സാരമായി ബാധിക്കുമെന്നും അതേസമയം BJP അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യവുമില്ലെന്നും എം സ്വരാജ് വ്യക്തമാക്കി. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, അത്തരം തർക്കങ്ങളുടെയും സംഘർഷത്തിന്റെയും എല്ലാം അന്തരീക്ഷത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ അന്തരീക്ഷമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ശത്രുതാപരമായ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളില്ലാതെ, വ്യക്തിപരമായി യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ വളർന്നു വരുന്നൊരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനെ അരുംകൊല ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിന് ഭാസ്കരയെ കൊന്നു എന്ന ചോദ്യത്തിന് ഈ തുളുനാട്ടിലെ രാഷ്ട്രീയ ബലാബലങ്ങളിൽ മാറ്റം വരുത്താൻ മാത്രം കരുത്തുള്ള അതുല്യനായ ഒരു സംഘാടകൻ, മികവാർന്ന ഒരു യുവജന പോരാളി, നാളെ ഈ നാടിനെ നയിക്കാനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും നയിക്കാനും കരുത്തുള്ളൊരു പോരാളി, ഏതൊരാളെയും കൊന്നുകളയാൻ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യത്വരഹിതമായ ഹീന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് RSSും പല നിറങ്ങളിൽ പല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ അവതരിച്ചിട്ടുള്ള സകല വർഗീയവാദികളും ഈ മനുഷ്യത്വരാഹിത്യത്തിന്റെ പ്രതീകമെന്ന പോലെ പ്രവർത്തിക്കുന്നവരാണ്. ആരെയും കൊല്ലാൻ മടിയില്ലാത്തവർ, എന്നും കണ്ടുമുട്ടുന്ന അയൽക്കാരനെ പോലും വർഗീയമായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൊന്നുതള്ളാൻ ഒരു മടിയും കാണിക്കാത്ത നാടിന്റെ ഭീഷണിയാണ് RSS സംഘപരിവാർ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട സംഭവമാണ്. യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ MLA, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ, ഡിവൈഎഫ്ഐ നേതാക്കളായ AV ശിവപ്രസാദ്, സാദിഖ് ചെറുകോടി തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് സെക്രട്ടറി വിശ്വരാജ് സ്വാഗതവും പ്രസിഡന്റ് അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു. പൊതുയോഗത്തിന് മുന്നോടിയായി ശാന്തിപ്പള്ളം കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പള.